നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ പഠിച്ചത് ആന്റി ആൻസൈനൽ ഡ്രഗ്സ് ആണ്. ഓക്കെ, നിഷാന. ഓക്കെ, ആന്റി ആൻസൈനൽ ഡ്രഗ്സ് ഡെഫിനിഷൻ പറ. ഓക്കെ, അലീന. ആൻസൈനെ പറ്റി പറ. തക്കി. ഓക്കെ ഓക്കെ, ഗുഡ്. ഷിഹാന. എന്ത് ടേബിൾ ആൻസൈന? ഓക്കെ, റുസാന. അൺസ്റ്റേബിൾ ആൻസൈന എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, ഷംന. വേരിയന്റ് ആൻസൈന എന്താ? ഓക്കെ, അതുല്യ. What are the classifications? ഡൈപിരിഡമോൾ. ട്രൈമെത്താസിഡിൻ. അതുല്യ പറ. ട്രൈമെത്താസിഡിൻ. അനുജ. What are the side effects? ഫോളോസിംഗ് അല്ല, ഫ്ലഷിങ്. സോന. കോൺട്രാൻഡിക്കേഷൻസ്. ഓക്കെ, ഷെമീന. മെക്കാനിസം പറ. ഓക്കെ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. നെക്സ്റ്റ് ആന്റി ഹൈപ്പർടെൻസീവ് ഏജൻസ് ആണ്. ജസ്റ്റ് ഇതിന്റെ ഡെഫിനിഷൻ പറഞ്ഞായിരുന്നു. ആന്റി ഹൈപ്പർടെൻസീവ്സ് ആർ ക്ലാസ് ഓഫ് ഡ്രഗ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു ട്രീറ്റ് ഹൈപ്പർ ടെൻഷൻ. ഓക്കെ, ഓക്കെ. ആന്റി ഹൈപ്പർടെൻസീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പർടെൻഷനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ് ആണ്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? കട്ടായാണ് കേൾക്കുന്നത്? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, അതായത് ആന്റി ഹൈപ്പർടെൻസീവ് ഏജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ ടെൻഷനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഹൈപ്പർ ടെൻഷൻ എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഹൈപ്പർ ടെൻഷൻ ഡെഫിനിഷൻ ആണ് ഇനി പറയുന്നത്. ഹൈപ്പർ ടെൻഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എയ്തർ എ സസ്റ്റൈൻഡ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഓഫ് ഗ്രേറ്റർ ദാൻ 140 mm of Hg or sustained diastolic BP of greater than 90 mm of Hg. അതായത് ഹൈപ്പർ ടെൻഷന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, അതായത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ് BP. ബ്ലഡ് പ്രഷർ എന്താണ്? സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും ചേർന്നാണ് BP. ഓക്കെ, അതായത് സിസ്റ്റോളിക് ആയിട്ടുള്ള BP
140 കൂടുതലും അതുപോലെ തന്നെ ഡയസ്റ്റോളിക് ആയിട്ടുള്ള BP 90 mm of Hg കൂടുതലുമാണെങ്കിൽ, അതായത് 140/90 mm of Hg, okay, 140/90 mm of Hg കൂടുതലാണെങ്കിലാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. BP 140/19 mm of, സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്, BP 140/19 mm of Hg കൂടുതലാണെങ്കിൽ അതിനെ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. 140 mm എന്ന് പറയുന്നത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറും 90 mm എന്ന് പറയുന്നത് ഡയസ്റ്റോളിക് പ്രഷറും. ഓക്കെ, അതായത് സിസ്റ്റോളിക് പ്രഷർ 140 കൂടുന്നതും അതുപോലെ തന്നെ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 90 mm of Hg കൂടുന്നതുമാണ് BP അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. ഹൈപ്പർ ടെൻഷൻ ഈസ് ഡിഫൈൻഡ് ആസ് either a sustained systolic BP of greater than 140 mm of Hg or a sustained diastolic BP of greater than 19 mm of Hg. അതായത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റോളിക് BP 140 കൂടുതലും അതുപോലെ തന്നെ ഡയസ്റ്റോളിക് BP 90 mm of Hg കൂടുതലുമാണെങ്കിൽ അതിനെയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 140/19 mm of Hg കൂടുതൽ BP ആണെങ്കിൽ അതിനെ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. Is it clear? Okay. Next, causes, കാരണങ്ങൾ നോക്കാം. Causes നോക്കാം. എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാകും നോക്കാം. Okay, in that first one, a diet high in salt, fat. ഒന്നാമത്തത് a diet high in salt, fat. അതായത് ഡയറ്റ്, അതായത് സാൾട്ട് കൂടുതൽ കഴിക്കുന്ന അല്ലെങ്കിൽ ഫാറ്റ് കൂടുതലടങ്ങിയ ഫുഡ് കഴിക്കുന്നത് വഴി എന്താ BP കൂടും അല്ലെങ്കിൽ BP ഉണ്ടാകും. ഓക്കെ, സാൾട്ട് അടങ്ങിയ ഫുഡും അതുപോലെ തന്നെ ഫാറ്റ് അടങ്ങിയ കൊഴുപ്പ് അടങ്ങിയ ഫുഡും കഴിക്കുന്നത് വഴി BP കൂടും. അതാണ് ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത്, എ ഡയറ്റ് ഹൈ ഇൻ സാൾട്ട് ആൻഡ് ഫാറ്റ്. അത് കൂടിയ അളവിൽ ഉപ്പ് കഴിക്കുന്നത് അതുപോലെ തന്നെ കൂടിയ അളവിൽ ഫാറ്റ് കൊഴുപ്പ് അടങ്ങിയ ഫുഡ് കഴിക്കുന്നത് BP കൂട്ടും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ദെൻ രണ്ടാമത്തത് ഫാമിലി ഹിസ്റ്ററി, മീൻസ് ഫാമിലി ഹിസ്റ്ററി വഴിയും, അതായത് മീൻസ് പാരന്റ്സിന് ഉണ്ടെങ്കിൽ മക്കൾക്കും ചിലപ്പം ഉണ്ടാകും. ദെൻ മൂന്നാമത്തത് ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, മീൻസ് ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കുറയുന്നത് വഴിയും ഉണ്ടാകും, മീൻസ് എക്സസൈസ് ഒക്കെ കുറയുന്നത് വഴിയെല്ലാം ഉണ്ടാകും. ദെൻ ക്രോണിക് കണ്ടീഷൻസ് സച്ച് ആസ് കിഡ്നി ആൻഡ് ഹോർമോൺ പ്രോബ്ലംസ്, ഡയബറ്റിസ്. ഓക്കെ, അതുകൂടാതെ തന്നെ ക്രോണിക് കണ്ടീഷൻസ് മീൻസ് നീണ്ടു നിൽക്കുന്നതായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ ഹോർമോൺ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതുകൂടാതെ തന്നെ ഡയബറ്റിസ് ഒക്കെ ഉണ്ടെങ്കിലും BP കൂടാൻ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും. ക്രോണിക് കണ്ടീഷൻ സച്ച് ആസ് കിഡ്നി ആൻഡ് ഹോർമോൺ പ്രോബ്ലംസ്, ഡയബറ്റിസ്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, സ്ട്രെസ്. ഏതെങ്കിലും രീതിയിലുള്ള സ്ട്രെസ് ഉണ്ടെങ്കിലും BP കൂടും. ദെൻ നെക്സ്റ്റ് വൺ, ടുബാക്കോ യൂസ് ഓർ ഡ്രിങ്കിങ് ടു മച്ച് ആൽക്കഹോൾ. അതായത് ടുബാക്കോ യൂസ് മീൻസ് പുകയില യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആൽക്കഹോൾ കൂടുതലായിട്ട് കുടിക്കുന്നുണ്ടെങ്കിലൊക്കെ വരും. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ബീയിങ് ഓവർ വെയിറ്റ്, മീൻസ് ഒബേസ് ആണെങ്കിൽ, മീൻസ് ഭാരം കൂടുതൽ അല്ലെങ്കിൽ തടിയുള്ളവർക്കും ഒരു ചാൻസ് ഉണ്ട്. ദെൻ ഓൾഡ് ഏജ്, ലാസ്റ്റ് വൺ ഓൾഡ് ഏജ്, മീൻസ് പ്രായമാകുമ്പോഴും ഹൈപ്പർ ടെൻഷൻ വരാം, മീൻസ് പ്രായവുമായിട്ടും ബന്ധപ്പെട്ട് ഉണ്ട്. ഒന്നുകൊണ്ട് പറയാം, കോസസ്. ഫസ്റ്റ് പോയിന്റ്, എ ഡയറ്റ് ഹൈ ഇൻ സാൾട്ട്, ഫാറ്റ്. അതായത് കൂടിയ അളവിലുള്ള സാൾട്ട്, ഉപ്പടങ്ങിയ ഫുഡ് അല്ലെങ്കിൽ കൊഴുപ്പടങ്ങിയ ഫുഡ് കഴിക്കുന്നത് വഴി വരാം. ദെൻ ഫാമിലി ഹിസ്റ്ററി, ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വരാം. ദെൻ ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കുറയുന്നത് വഴി ഉണ്ടാകും. ദെൻ ക്രോണിക് കണ്ടീഷൻസ് സച്ച് ആസ് കിഡ്നി ആൻഡ് ഹോർമോൺ പ്രോബ്ലംസ്, ഡയബറ്റിസ്. അതായത് നീണ്ടു നിൽക്കുന്ന അസുഖങ്ങളായിട്ടുള്ള കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഹോർമോൺസിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഡയബറ്റിസ്, പ്രമേഹം ഒക്കെ ഉണ്ടെങ്കിലും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം. ദെൻ സ്ട്രെസ്, ഏതെങ്കിലും രീതിയിലുള്ള സ്ട്രെസ് ഉണ്ടെങ്കിൽ ഉണ്ടാകാം. ദെൻ ടുബാക്കോ യൂസ് ഓർ ഡ്രിങ്കിങ് ടു മച്ച് ആൽക്കഹോൾ അല്ലെങ്കിൽ ടുബാക്കോ ഒക്കെ യൂസ് ചെയ്യുന്നത് വഴി ഉണ്ടാകും. ദെൻ ബീയിങ് ഓവർ വെയിറ്റ്, മീൻസ് ഒബേസ് ആണെങ്കിൽ, തടി കൂടുതലുണ്ടെങ്കിലും വരാം. ദെൻ ഓൾഡ് ഏജ്, മീൻസ് പ്രായമായിട്ട്, മീൻസ് ഏജ് ആകുമ്പോഴും വരാം. കോസസ് കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് സിംറ്റംസ്. നെക്സ്റ്റ് ഹെഡിങ് സിംറ്റംസ്, ലക്ഷണങ്ങൾ നോക്കാം. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ, ഹെഡ് ഏക്ക്, മീൻസ് തലവേദന ഉണ്ടാകും. സെക്കൻഡ് വൺ, നോസ് ബ്ലീഡ്, മീൻസ് മൂക്കിൽ നിന്ന് ബ്ലഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, മീൻസ് ബ്രീത്തിങ്ങിൽ വേരിയേഷൻ വരും. ദെൻ
ഡിസിനസ് മീൻസ് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് എന്താ പറയുക ബ്രീത്തിങ് കുറയുന്നത്. ദെൻ ഡിസിനസ് മീൻസ് മയക്കം ഉണ്ടാകും, തലകറക്കൊക്കെ ഉണ്ടാകും. ദെൻ ചെസ്റ്റ് പെയിൻ മീൻസ് നെഞ്ചുവേദന ഉണ്ടാകും. എന്താ പറയാം സിംറ്റംസ്? ഹെഡേക്ക്, നോസ് ബ്ലീഡ്, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ഡിസിനസ്, ചെസ്റ്റ് പെയിൻ. ഹെഡേക്ക്, നോസ് ബ്ലീഡ്, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ഡിസിനസ് ആൻഡ് ചെസ്റ്റ് പെയിൻ. സിംറ്റംസ് കിട്ടിയോ? ഓക്കെ. നെക്സ്റ്റ് ഹെഡിങ് ടൈപ്സ് ഓഫ് ഹൈപ്പർടെൻഷൻ. Types of hypertension. Okay, in that first one, primary or essential high BP. Primary or essential high BP. Hyphen ഇട്ടിട്ട് എഴുതാം. It is the most common type of high BP. It is the most common type of high BP. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറി അല്ലെങ്കിൽ ഇസെൻഷ്യൽ ഹൈ ബി പി ആണ്. ഇതാണ് കോമൺ ആയിട്ടുള്ള കോമൺ ടൈപ്പ് ഓഫ് ബി പി. കോമൺ ടൈപ്പ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ആണ് പ്രൈമറി ഓർ ഇസെൻഷ്യൽ ഹൈ ബി പി. ഒന്നാമത്തെ ടൈപ്പ് പ്രൈമറി ഓർ ഇസെൻഷ്യൽ ഹൈ ബി പി. ഹൈഫൺ ഇട്ടത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഹൈ ബി പി. ഇതാണ് മോസ്റ്റ് കൂടുതലായിട്ടും കാണപ്പെടുന്ന കോമൺ ആയിട്ട് കാണപ്പെടുന്ന ബി പി. രണ്ടാമത്തത് സെക്കൻഡറി ഹൈ ബി പി ആണ്. രണ്ടാമത്തത് സെക്കൻഡറി high BP. Okay, hyphen ഇട്ടിട്ട് എഴുതാം. It is caused by another medical conditions or use of certain medicines. Secondary high BP എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും അസുഖത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കേഷൻ ഏതെങ്കിലും ഡ്രഗ്സ് കഴിക്കുന്നത് വഴി ഉണ്ടാകുന്ന ബി പി. അതാണ് സെക്കൻഡറി ഹൈ ബി പി. It is caused by another medical condition or use of certain medicines. അതായത് വേറെ ഏതെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ, അതായത് വേറെ ഏതെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരുന്നത് അല്ലെങ്കിൽ വേറെ യൂസ് ഓഫ് സർട്ടൈൻ മെഡിസിൻസ്, അതായത് ഏതെങ്കിലും മെഡിസിൻസ് ഏതെങ്കിലും ഡ്രഗ്സ് കഴിക്കുന്നത് വഴി ഉണ്ടാകുന്ന ബി പി. ഇതാണ് സെക്കൻഡറി ഹൈ ബി പി. എന്നിട്ട് പറയാം ടൈപ്സ് ഓഫ് ഹൈപ്പർ ടെൻഷൻ രണ്ട് ടൈപ്സ് ആണ്. ഒന്നാമത്തത് പ്രൈമറി ഓർ ഇസെൻഷ്യൽ ഹൈ ബി പി, രണ്ടാമത്തത് സെക്കൻഡറി ഹൈ ബി പി. പ്രൈമറി ഓർ ഇസെൻഷ്യൽ ഹൈ ബി പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഹൈ ബി പി, സാധാരണ രീതിയിൽ കാണപ്പെടുന്ന ബി പി. രണ്ടാമത്തത് സെക്കൻഡറി ഹൈ ബി പി ആണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ അനദർ മെഡിക്കൽ കണ്ടീഷൻ ഓർ യൂസ് ഓഫ് സർട്ടൻ മെഡിസിൻസ്. വേറെ അസുഖത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ബി പി അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന ബി പി. ക്ലിയർ ആയോ? Is it clear? Okay. Okay, next classification of antihypertensive drugs. Classification of antihypertensive drugs. 9 ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. അതിൽ വരുന്ന ഡ്രഗ്സ് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എടുക്കാൻ ഞാൻ ജസ്റ്റ് വായിക്കാം. എനിക്ക് ഇത് ഇമ്പോർട്ടന്റ് ആണ്. 9 ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത് ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സിലെ. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ACE ഇൻഹിബിറ്റേഴ്സ്. ACE ഇൻഹിബിറ്റേഴ്സ് ഇതാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അതിൽ വരുന്ന ഡ്രഗ് ക്യാപ്റ്റോപ്രിൽ, എനലപ്രിൽ, ദെൻ റാമിപ്രിൽ. അങ്ങനെ 3 ഡ്രഗാണ് എക്സാമ്പിൾ. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ACE ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ, അതിൽ വരുന്ന ഡ്രഗ്സ് ക്യാപ്റ്റോപ്രിൽ, എനലപ്രിൽ, ദെൻ റാമിപ്രിൽ. അങ്ങനെ 3 ഡ്രഗ്സിന്റെ പേരൊക്കെ നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കാം. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആൻജിയോടെൻസിൻ അന്റഗോണിസ്റ്റ്. ആൻജിയോടെൻസിൻ അന്റഗോണിസ്റ്റ് ആണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. അതിൽ വരുന്ന ഡ്രഗ് ലൊസാർട്ടൻ, then കാൻഡസാർട്ടൻ. ലൊസാർട്ടൻ ആൻഡ് കാൻഡസാർട്ടൻ. അങ്ങനെ 2 ഡ്രഗാണ് ആൻജിയോടെൻസിൻ അന്റഗോണിസ്റ്റിൽ വരുന്നത്. ദെൻ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആണ്. കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ്. അതിൽ വരുന്ന ഡ്രഗ്സ് വെറപ്പമിൽ, നിഫിഡിപ്പിൻ, അംലോഡിപ്പിൻ. കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആണ് മൂന്നാമത്തത്. അതിൽ വരുന്ന ഡ്രഗ്സ് വെറപ്പമിൽ, നിഫിഡിപ്പിൻ, അംലോഡിപ്പിൻ. ദെൻ നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ഡയൂററ്റിക്സ് ആണ്. ഡയററ്റിക്സിന് അഗൈൻ 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് തയാസിഡ്. അതിന് എക്സാമ്പിൾ ഹൈഡ്രോക്ലോറോ തയാസിഡ്. അതായത് ഡയററ്റിക്സ് ആണ് നാലാമത്തെ ക്ലാസിഫിക്കേഷൻ. അതിന് പിന്നെയും 3 ആയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് തയാസൈഡിന് എക്സാമ്പിൾ ഹൈഡ്രോക്ലോറോ തയാസൈഡ്. ദെൻ രണ്ടാമത്തത് പൊട്ടാസ്യം സ്പെയറിംഗ് ആണ്. അതിന് എക്സാമ്പിൾ രണ്ടാമത്തത് പൊട്ടാസ്യം സ്പെയറിംഗ്. അതിന് എക്സാമ്പിൾ സ്പൈറനോലാക്ടോൺ. ഈ ഡയററ്റിക്സ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അതിന്റെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്.
ഓക്കെ, രണ്ടാമത്തേത് പൊട്ടാസ്യം സ്പെയറിംഗ് ആണ്. അതിന് എക്സാമ്പിൾ സ്പൈറനോലാക്ടോൺ. സ്പൈറനോലാക്ടോൺ ആണ് പൊട്ടാസ്യം സ്പെയറിംഗിന് എക്സാമ്പിൾ. ദെൻ മൂന്നാമത്തേത് ലൂപ്പ് ഡയറൂട്ടിക്സ് ആണ്. ലൂപ്പ് ഡയറൂട്ടിക്സ് അതിന് എക്സാമ്പിൾ ഫുറസമൈഡ്. അതിന് എക്സാമ്പിൾ ഫുറസമൈഡ്. ഒന്നുകൂടി പറയാം. നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ഡയറൂട്ടിക്സ് ആണ്. അതിനെ അഗൈൻ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് തയാസൈഡ്. അതിന് എക്സാമ്പിൾ ഹൈഡ്രോക്ലോറോ തയാസൈഡ്. രണ്ടാമത്തത് പൊട്ടാസ്യം സ്പെയറിംഗ്. അതിന് എക്സാമ്പിൾ സ്പൈറനോലാക്ടോൺ. ദെൻ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ലൂപ്പ് ഡയറൂട്ടിക്സ് ആണ്. അതിന് എക്സാമ്പിൾ ഫുറസമൈഡ്. ഇനി അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷൻ, മെയിൻ ക്ലാസിഫിക്കേഷനിലെ അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷൻ ആൽഫ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ്. ആൽഫ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ്. ഓക്കെ, അതിന് എക്സാമ്പിൾ പ്രസാസോസിൻ, ദെൻ ടെറാസോസിൻ. അതിന് എക്സാമ്പിൾസ്, അതായത് ആൽഫ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് ആണ് അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷൻ. എക്സാമ്പിൾസ് പ്രസാസോസിൻ, ടെറാസോസിൻ. ദെൻ ആറാമത്തെ ക്ലാസിഫിക്കേഷൻ ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് ആണ്. അതിന് എക്സാമ്പിൾസ് പ്രോപ്രനലോളും മെറ്റാപ്രലോളും. എന്നോട് പറയാം, ആറാമത്തെ ക്ലാസിഫിക്കേഷൻ ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് ആണ്. എക്സാമ്പിൾസ് പ്രോപ്രനലോളും മെറ്റാപ്രലോളും. ദെൻ ഏഴാമത്തെ ക്ലാസിഫിക്കേഷൻ ആൽഫ പ്ലസ് ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ്. ആൽഫ പ്ലസ് ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ്. എക്സാമ്പിൾ ലാബറ്ററോളും കാർവിഡിയോളും. എന്നിട്ട് പറയാം, ഏഴാമത്തെ ക്ലാസിഫിക്കേഷൻ ആൽഫ പ്ലസ് ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് ആണ്. എക്സാമ്പിൾ ലാബറ്ററോളും കാർവിഡിയോളും. ദെൻ എട്ടാമത്തെ ക്ലാസിഫിക്കേഷൻ സെൻട്രൽ സിമ്പത്തോലൈറ്റിക്. എക്സാമ്പിൾ ക്ലോനിഡിൻ, ദെൻ മീഥൈൽ ഡോപ്പ. എട്ടാമത്തെ ക്ലാസിഫിക്കേഷൻ സെൻട്രൽ സിമ്പത്തോലൈറ്റിക്. എക്സാമ്പിൾസ് ക്ലോനിഡിൻ, മീഥൈൽ ഡോപ്പ. ദെൻ ലാസ്റ്റ് നയൻത് വൺ വാസോഡൈലറ്റേഴ്സ്. വാസോഡൈലറ്റേഴ്സ്. എക്സാമ്പിൾ ഹൈഡ്രലേസിൻ. ഹൈഡ്രാലേസിൻ. വാസോഡൈലറ്റേഴ്സ്. എക്സാമ്പിൾ ഹൈഡ്രാലേസിൻ. അങ്ങനെ 9 ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഓക്കെ, മെയിൻ ഹെഡിങ്സ് ഒന്ന് വായിച്ചു വിടാം. ഡ്രഗ്സ് നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എടുക്കുക. മെയിൻ ക്ലാസിഫിക്കേഷൻ, ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ACE ഇൻഹിബിറ്റേഴ്സ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആൻജിയോടെൻസിൻ ആന്റഗോണിസ്റ്റ്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ്. നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ഡയോറിറ്റിക്സ്. അതിനെ അഗൈൻ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് തയാസൈഡ്, രണ്ടാമത്തത് പൊട്ടാസ്യം സ്പെയറിംഗ്, ദെൻ മൂന്നാമത്തത് ലൂപ്പ് ഡയോറിറ്റിക്സ്. ദെൻ അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷൻ ആൽഫ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ്. ദെൻ ആറാമത്തത് ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ്. ദെൻ ഏഴാമത്തത് ആൽഫ പ്ലസ് ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ്. ദെൻ എട്ടാമത്തത് സെൻട്രൽ സിമ്പത്തോലൈറ്റിക്. ദെൻ ഒമ്പതാമത്തത് വാസോ ഡയലറ്റേഴ്സ്. ക്ലിയർ ആയോ? ഇമ്പോർട്ടന്റ് ആണ്, കറക്റ്റ് ആയിട്ട് പഠിക്കാം. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആൻജിയോടെൻസിൻ ആന്റഗോണിസ്റ്റ്. ആൻജിയോടെൻസിൻ ആന്റഗോണിസ്റ്റ്. കിട്ടിയോ നിഷാന? ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് സൈഡ് എഫക്ട്സ് ആണ് പറയുന്നത്. സൈഡ് എഫക്ട്സ്. Okay, in that first one headache, second one nausea or vomiting, third one dizziness, next one diarrhea or constipation, next one feeling nervous, next one feeling tired. Okay, side effects ഒന്നാമത്തേത് headache, തലവേദന ഉണ്ടാകും. രണ്ടാമത്തേത് nausea or vomiting ഉണ്ടാകും. മൂന്നാമത്തേത് dizziness. നാലാമത്തേത് diarrhea or constipation ഉണ്ടാകും. അഞ്ചാമത്തേത് ഫീലിംഗ് നെർവസ്. ഫീലിംഗ് നെർവസ് എന്ന് പറഞ്ഞാൽ ഒരു പേടി തോന്നുക. ഓക്കെ, നെർവസ് എന്ന് പറഞ്ഞാൽ പേടി തോന്നുക, അല്ലെങ്കിൽ ധൈര്യമില്ലാതെ ആകുക എന്നൊക്കെയുള്ള അർത്ഥം. ദെൻ ലാസ്റ്റ് വൺ ഫീലിംഗ് ടയേർഡ്. സൈഡ് എഫക്ട്സ് കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് കോൺട്രാ ഇൻഡിക്കേഷൻസ്. നെക്സ്റ്റ് കോൺട്രാ ഇൻഡിക്കേഷൻസ്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ pregnancy. First one pregnancy. Second one hyperkalemia. Second one hyperkalemia. ഒന്നാമത്തെ pregnancy ഉള്ളവർക്കാണ്. രണ്ടാമത്തെ hyperkalemia. Hyperkalemia എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ പൊട്ടാസ്യം ലെവൽ ഇൻ ബ്ലഡ്. ബ്ലഡിൽ രക്തത്തിലെ പൊട്ടാസ്യം ലെവൽ കൂടുന്നതിനെയാണ് ഹൈപ്പർകലീമിയ എന്ന് പറയുന്നത്. രക്തത്തിലെ പൊട്ടാസ്യത്തിന്റെ അളവ്, പൊട്ടാസ്യം ലെവൽ കൂടുന്നതിനെയാണ് ഹൈപ്പർകലീമിയ എന്ന് പറയുന്നത്. ഹൈപ്പർകലീമിയ അതായത് ഹൈ പൊട്ടാസ്യം ലെവൽ ഇൻ ബ്ലഡ്, അതാണ് ഹൈപ്പർകലീമിയ. ദെൻ മൂന്നാമത്തെ കോൺട്രാഇൻഡിക്കേഷൻ ബൈലാറ്ററൽ റീനോവാസ്കുലാർ ഡിസീസ്. മൂന്നാമത്തെ കോൺട്രാഇൻഡിക്കേഷൻ
ബൈലാറ്ററൽ റീനോവാസ്കുലാർ ഡിസീസ്. അതായത് റീനോവാസ്കുലാർ ഡിസീസ് ഉണ്ടെങ്കിൽ സ്റ്റീനോസിസ് ഓഫ് ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ രണ്ട് എന്നുള്ള അർത്ഥം. ഓക്കെ, രണ്ട് സൈഡ് എന്നുള്ള അർത്ഥം. അതായത് സ്റ്റീനോസിസ് ഇൻ ബോത്ത് കിഡ്നീസ് ആണ് റീനോവാസ്കുലാർ ഡിസീസ് എന്ന് പറഞ്ഞാൽ. ബൈലാറ്ററൽ റീനോവാസ്കുലാർ ഡിസീസ് എന്ന് പറഞ്ഞാൽ സ്റ്റീനോസിസ് ഇൻ ബോത്ത് കിഡ്നീസ്. സ്റ്റീനോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരോ ആകുന്നത്, അതായത് നാരോ ആയിട്ട് ഈ കിഡ്നിയിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ റെസ്ട്രിക്ഷൻ, ബ്ലഡ് ഫ്ലോയ്ക്ക് തടസ്സം ഉണ്ടാകും. ഓക്കെ, അതാണ് സ്റ്റീനോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരോവിങ് ആവുന്നത്. ഓക്കെ, ബ്ലഡ് വെസൽസ് നാരോ ആവുകയും അതുപോലെ ബ്ലഡ് ഫ്ലോ കുറയുകയും ചെയ്യുന്നത്, അതാണ് സ്റ്റീനോസിസ്. ഓക്കെ, ബൈലാറ്ററൽ റീനോവാസ്കുലാർ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സ്റ്റീനോസിസ് ഇൻ ബോത്ത് കിഡ്നീസ്, അതായത് രണ്ട് കിഡ്നിയിലും ഉണ്ടാകുന്ന സ്റ്റീനോസിസിനെയാണ് ബൈലാറ്ററൽ റീനോവാസ്കുലാർ ഡിസീസ് എന്ന് പറയുന്നത്. സ്റ്റീനോസിസ് എന്താണെന്നാണ് പറഞ്ഞത്. സ്റ്റീനോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരോവിങ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ ഓഫ് ബ്ലഡ് ഫ്ലോ, നാരോവിങ് ഓഫ് ദ കിഡ്നി അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ ഇതിലുണ്ടാകുന്ന റെസ്ട്രിക്ഷൻ മീൻസ് ബ്ലഡ് ഫ്ലോ കുറയുന്നത്. ക്ലിയർ ആയോ? കോൺട്രാ ഇൻഡിക്കേഷൻ ഫസ്റ്റ് വൺ പ്രഗ്നൻസി, രണ്ടാമത്തത് ഹൈപ്പർകലേമിയ, മൂന്നാമത്തത് ബൈലാറ്ററൽ റീനോവാസ്കുലാർ ഡിസീസ്. Is it clear? Okay. Next, mechanism of action. Okay, mechanism of action that many antihypertensive drugs have their primary action on systemic vascular resistance. Mechanism of action na many antihypertensive drugs have their primary action on systemic vascular resistance. അതായത് കൂടുതൽ അളവിലുള്ള ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സും അതിന്റെ പ്രധാനപ്പെട്ട ആക്ഷൻ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റമിക് വാസ്കുലാർ റെസിസ്റ്റൻസിലാണ് കാണിക്കുന്നത്. സിസ്റ്റമിക് വാസ്കുലാർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റത്തിലുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. ഇതാണ് BP ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കാർഡിയാക് ഫങ്ഷൻസിന് വേണ്ടിയുള്ള ഒരു കമ്പോണന്റ്, ഒരു ഘടകമാണ് ഈ സിസ്റ്റമിക് വാസ്കുലാർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ആ സിസ്റ്റമിക് വാസ്കുലാർ റെസിസ്റ്റൻസിലാണ് ഈ ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നത്. സിസ്റ്റമിക് വാസ്കുലാർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഭാഗത്താണ്, അവിടെയാണ് ഈ ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് അതിലാണ് പ്രവർത്തിക്കുന്നത്. സിസ്റ്റമിക് വാസ്കുലാർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കാർഡിയാക് ഫങ്ഷൻ ആവശ്യമായിട്ടുള്ള ഒരു കമ്പോണന്റ്, ഒരു ഘടകമാണ്. അല്ലെങ്കിൽ എന്താണ്, ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിലുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. ഇതാണ് BP ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലാണ് ആക്ട് ചെയ്യുന്നത്. മെക്കാനിസം ഒന്ന് വായിക്കാം. മെനി ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് ഹാവ് ദെയർ പ്രൈമറി ആക്ഷൻ ഓൺ സിസ്റ്റമിക് വാസ്കുലാർ റെസിസ്റ്റൻസ്. ക്ലിയർ ആയോ? ഓക്കെ, മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ മെനി ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ്, കൂടുതലും ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് അതിന്റെ പ്രവർത്തനം പ്രധാനമായിട്ടും കാണിക്കുന്നത് സിസ്റ്റമിക് വാസ്കുലാർ റെസിസ്റ്റൻസിലാണ്. സിസ്റ്റമിക് വാസ്കുലാർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റത്തിലുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. ഇതാണ് BP ക്രിയേറ്റ് ചെയ്യുന്നത്, ബ്ലഡ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവിടെയാണ് പ്രവർത്തിക്കുന്നത് ഈ ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ്. അല്ലെങ്കിൽ ഈ സിസ്റ്റമിക് വാസ്കുലാർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഡിയാക് ഫങ്ഷനും വേണ്ടിയിട്ടുള്ള ഒരു ഘടകവും കൂടിയാണ്. കാർഡിയാക് ഫങ്ഷൻ ആവശ്യമായിട്ടുള്ള ഒരു ഘടകവുമാണ്. ഇതാണ് BP ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ഒരു അതായത് സർക്കുലേറ്ററി സിസ്റ്റത്തിലുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. ഇതാണ് BP ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ഇത് കാർഡിയാക് ഫങ്ഷൻ ആവശ്യമായിട്ടുള്ള ഒരു ഘടകവുമാണ്. ഇവിടെയാണ് ഈ സിസ്റ്റമിക് വാസ്കുലാർ റെസിസ്റ്റൻസിലാണ് ഈ ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? Is it clear? ഓക്കെ, എത്രയാണ് ആന്റി ഹൈപ്പർടെൻസീവ് ഏജൻസ് അല്ലെങ്കിൽ ഡ്രഗ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാം. അനുജ, ആന്റി ഹൈപ്പർടെൻസീവ് ഏജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെഫിനിഷൻ പറ. ഓക്കെ, ഗുഡ്. മ്യൂട്ട് ചെയ്തോ. ഹുസ്ന, ഹൈപ്പർടെൻഷൻ പറ. mm of Hg ആണ് BPന്റെ യൂണിറ്റ് കേട്ടോ. 140/90 mm of Hg എന്ന് പറയണം. ഓക്കെ, എന്താ 140 എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, സെല്ലിയ,
What are the causes? Mm. 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 Okay. Mm. Okay, good. Shihana, what are the symptoms? Mm. Okay, good. Sona, what are the types? Primary എന്ന് പറഞ്ഞാൽ എന്താ? Secondary? Okay, good. Alina, okay, classification of antihypertensive drugs. Main classification പറ. Main classification headings മാത്രം പറഞ്ഞാൽ മതി. Drugs നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതിയെടുത്താൽ മതി. ഉം. 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 Okay. Okay, good. Adulya, what are the side effects? Okay. Shamina, okay, what are the contraindications? ഉം. എന്താ ഹൈപ്പർകലീമിയ എന്ന് പറഞ്ഞാൽ? ഓക്കെ. ബൈലാറ്ററൽ വെയിനോവാസ്കുലർ ഡിസീസ് എന്ന് പറഞ്ഞാൽ? ഓക്കെ. ഓക്കെ, ഗുഡ്. റിസാന, മെക്കാനിസം പറ. ഓക്കെ, ഗുഡ്. എത്രയാണ് ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ്? അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത് ആന്റി അറത്തമിക് ഏജൻസ് ആണ്. ആന്റി അറത്തമിക് ഏജൻസ് നാളെ എടുക്കാം. ഓക്കെ, താങ്ക് യു.